ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാട ഫ്രൈൻ്റെ ഒരു വീഡിയോ ആണ്. കണ്ട, ഇത് കാണുമ്പോൾ തവളനെ പോലെ ഉണ്ടല്ലേ, പക്ഷെ ആദ്യം തന്നെ നമ്മൾക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീനിങ് അത്ര ഇതൊന്നും അല്ല കേട്ടോ, ഇച്ചിരി പാടാണ്. അപ്പോഴേക്കും ഇത് നമ്മൾ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുട്ട, ഇതിൻ്റെ ഹാർട്ട് ആണ്. ഹാർട്ട് ചിക്കൻ്റെ അതുപോലെ തന്നെ ഒക്കെയാണ്. ഇനി ഇതിനകത്ത് തേക്കാനുള്ള മസാലയാണ് ഇത് ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചേ. ഇനി നമ്മൾക്ക് തേക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഇടണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് മുളക് പൊടി കുറച്ച് ആണ് ഞങ്ങൾ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എരിവൊന്നും പറ്റത്തില്ല കേട്ടോ ഗൈസ്. എന്നിട്ട് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. എന്തിനാന്ന് വെച്ചാൽ ഒരു സ്മെല്ല് കിട്ടാൻ മാത്രം. ഈ കാണിക്കുന്ന അത്രയും ഉപ്പ്. ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനാണ് ഇതൊരു പ്രോസസ്സ്. കരണ്ടില്ല ഗൈസ്, ഓഫിൽ തന്നിട്ടേക്ക്. അപ്പോഴേക്കും ഇവിടെ കരണ്ടില്ല ഗൈസ്. അപ്പോഴേക്കും നമ്മൾക്ക് ഇത് ഊരണം. നമ്മുടെ കയ്യിൽ വേറെ മാർഗമൊക്കെ ഉണ്ട് കേട്ടോ. കരണ്ടില്ലാന്ന് കരുതി ഞങ്ങൾ തളരില്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് വേറെ കുറേ ഐഡിയാസ് ഉണ്ട്. ബാ, ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ. ആദ്യം ഇഞ്ചി ഇങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ. മറ്റേതുപോലെ അരഞ്ഞൊന്നും കിട്ടത്തില്ല, സാരില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ അരയ്ക്കൽ തുടരുക. നമ്മൾ ഇതെല്ലാം അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 2 സ്പൂൺ തൈര് ഇടണം. ഇനി നമ്മൾക്ക് ഈ കാടക്കോഴിയെല്ലാം ഈ മസാലയിലോട്ട് എടുത്തിടണം. ഇനി നമ്മൾക്ക് ഈ മസാല ചെയ്ത് എടുത്ത് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജ് വെക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ കരണ്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇതെടുത്ത് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ കുറച്ചെങ്കിലും ഒന്ന് തണുപ്പുണ്ട്. ഇനി നമ്മൾക്ക് 1 അവർ കഴിഞ്ഞിട്ട് നമ്മൾക്ക് വറുത്ത് ഫ്രൈ ചെയ്ത് തിന്നാം. അതുവരെ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോകണം. എന്താണെന്ന് വെച്ചാൽ ടയർഡായി ഗൈസ്. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് 1 അവർ കഴിഞ്ഞ് നമ്മൾക്ക് നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സെറ്റായെന്നാണ് തോന്നുന്നത്. ഇത് എൻ്റെ അസിസ്റ്റൻറ്റിനെ ഏൽപ്പിക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കാട ഫ്രൈ ഓൾമോസ്റ്റ് റെഡിയായെന്ന് തോന്നുന്നു. ഇനി ആ കാട ഫ്രൈ വേറെ ഒരു ഇലയിലോട്ട് എല്ലാം എടുത്ത് സർവ് ചെയ്യാട്ടോ. അടുത്തത് സർവ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വേണമെങ്കിൽ കുറച്ച് നാരങ്ങാനീര്, എന്നിട്ട് നാരങ്ങാനീര് വേണമെങ്കിൽ ഒഴിച്ചിട്ട് എന്നിട്ട് തിന്നുക. അത്രേ ഉള്ളൂ. ഇതന്നെ ഇച്ചിരി കരിഞ്ഞിരിക്കണ. യൂട്യൂബിൽ കണ്ടപ്പോൾ ചുമന്നായിരുന്നല്ലോ ഇരിക്കുന്നത്. ഇച്ചിരി ചുമന്ന് പോയെന്ന് തോന്നുന്നു ഗൈസ്.
ചിലപ്പോൾ കരിഞ്ഞു പോയെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ നാരങ്ങ ഇട്ടില്ല, അതിന് ഒരു രസത്തിന് സവോളയാണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോണേ. ഇത്ര മതി ഗൈസ്. അപ്പോഴേക്കും ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ. സൂപ്പറാണ് ഗൈസ്. പിന്നെ ഗൈസ് എനിക്ക് പല്ലില്ലാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ കാട ഫ്രൈ എല്ലാം ഇവിടെ അപ്പൂപ്പനും അമ്മമ്മയുണ്ട്, പിന്നെ അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഈ കാട ഫ്രൈ തിന്ന് തീർക്കട്ടെ. ഓക്കെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലടിക്കണം. ഈ 5 കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ ബൈ.